തുറന്നിട്ട് ഒരു മാസമാവാനായി. ടീച്ചേഴ്സൊക്കെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും പിന്നെ ഈ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്കൊരു മെമ്മോ പാഡ് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ. വരൂ. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ നോട്ട്ബുക്കിൽ നിന്ന് ഒരു 2-3 പേജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേജ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇങ്ങനെ 4 മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ പേപ്പറും സെയിം സൈസ് ആവാൻ മാക്സിമം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബോർഡർ ലൈൻസ് വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ കുറേ ടൈപ്പ് ഇങ്ങനെ ബോർഡർ ലൈൻസ് ഒക്കെ കാണാൻ കിട്ടും. അങ്ങനെ ഞാൻ കണ്ട ഒരു ബോർഡർ ലൈനാണിത്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹാർട്ടൊക്കെ ഉള്ള ഒരു ബോർഡർ ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളതിനെ ഉണക്കാൻ വെക്കണം. അത് ഉണങ്ങി സെറ്റ് ആകുമ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് എടുക്കുക. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പീസിൽ കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു A4 ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കോർണർ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കാര്യം പറയാൻ മറന്നു. എൻ്റെ അടുത്ത് കാർഡ്ബോർഡ് ഇല്ല. അതുകൊണ്ട് ഞാൻ കാർഡ്ബോർഡ് അല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരേ സൈസുള്ള 3 ബ്രൗൺ കാർഡ് അടുപ്പിച്ച് ഒട്ടിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ വൃത്തിയോട് മാറാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു A4 ഷീറ്റോട് ഒട്ടിച്ചു കൊടുക്കുക. പിങ്ക് കളറിലൊരു ഗിഗം പാറ്റേണാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ പെയിൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചിത്രം കൊട്ടിക്കൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ മെമ്മോ പാഡ് ഇങ്ങനെ അതിൽ ഒട്ടിച്ചു കൊടുക്കുക. മുകളിൽ മെമ്മോ പാഡിൽ നിന്ന് ഞാനിങ്ങനെ സർക്കിളിൽ പേപ്പറിൽ എഴുതിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇമ്പോർട്ടൻറ്റ് നോട്ട്സോ എന്തെങ്കിലും എഴുതാണെങ്കിൽ ഒക്കെ എഴുതി കൊടുക്കുകയോ ചെയ്യാം. സെറ്റാണ്. നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നമ്മൾ പറിച്ചെടുക്കൽ ചടങ്ങിലേക്ക് പോവാണ്. ഇത് നല്ല പറിച്ചെടുത്തിട്ട് നമുക്ക് എവിടെ ഒട്ടിക്കേണ്ടത് വെച്ചാൽ ചുമരിൽ സെല്ലോ ടേപ്പ് പീസിട്ട് ഒട്ടിക്കാം. ഇപ്പം നിങ്ങൾക്ക് അയിമ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബൈ.